ഓം ഗം ഗണപതയേ നമഃ. നമസ്കാരം. ഈ വരുന്ന 18-ാം തീയതി രാത്രി 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ് മുതൽ ഒരു രാശി പകർച്ച സംഭവിക്കാൻ പോകുന്നുണ്ട്. വ്യാഴം മിഥുനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പ്രവേശനം വരുന്ന ഡിസംബർ 5-ാം തീയതി വരെ കർക്കിടകം രാശിയിൽ തന്നെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാലയളവിൽ വ്യാഴം ഭാഗ്യത്തിൻ്റെ രൂപത്തിൽ അനുഗ്രഹിക്കാൻ പോകുന്നു 7 നക്ഷത്രക്കാരെ. ചില്ലറ അനുഗ്രഹമൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ വ്യാഴം നൽകാനായി പോകുന്നത്. വ്യാഴത്തിൻ്റെ ഈ രാശി പകർച്ച നിമിത്തം ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ, അതായത് രാജയോഗമുള്ള സമയമാണ് കുറച്ച് നക്ഷത്രക്കാർക്ക് തുടങ്ങുന്നത്. ഡിസംബർ 5 വരെ രാജയോഗ സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഉറപ്പായും ഈ പറഞ്ഞ 7 നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. ലോട്ടറി ഭാഗ്യം വരെ ഉണ്ടാകുന്നുണ്ട്, അതിലുപരി നിധി വരെ കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ ലോട്ടറി ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കുമെന്ന് പറയുമ്പോൾ തത്തുല്യമായ മറ്റുള്ള ഏതെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ കൂടി നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഒരു സമയം കൂടിയാണ്. അല്പം ഭൂമി വാങ്ങാനോ അതേപോലെ ഒരു വാഹനം വാങ്ങാനോ ഒക്കെയുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ കൂടി ഇവിടെ വ്യാഴം പൂവണിയിച്ചു തരിക. അത്ര നേട്ടമുള്ള ഭാഗ്യമുള്ള സമയമാണ് 18-ാം തീയതി മുതൽ വ്യാഴത്തിൻ്റെ രാശി പകർച്ച നിമിത്തം 7 നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗ്യം ഡിസംബർ 5 വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നതാണ്. വ്യാഴം എന്ന ഗ്രഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധനത്തിൻ്റെ, ഭാഗ്യത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും ഒരു പ്രതിനിധിയായിട്ടാണ് വ്യാഴത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക്, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒരു വ്യക്തിയിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ എല്ലാവിധ ഭാഗ്യങ്ങളും ആ വ്യക്തിക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇവിടെ ശുഭദൃഷ്ടിയാണ് വ്യാഴത്തിൻ്റേത്. വ്യാഴം ഒരു ശുഭഗ്രഹമായതിനാൽ മറ്റുള്ള രാഹു, കേതു തുടങ്ങിയ ഗ്രഹങ്ങളുടെ നീചദൃഷ്ടി ഉണ്ടെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി എത്തുകയാൽ തന്നെ അതൊക്കെയും ഈ 7 നക്ഷത്രക്കാരിൽ നിന്നും മാറി, നെഗറ്റീവുകൾ മാറി പോസിറ്റീവ് ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയാണ്. അപ്പോൾ മഹാഭാഗ്യമാണ് 7 നക്ഷത്രക്കാർക്ക് ഒക്ടോബർ 18-ാം തീയതി മുതൽ വ്യാഴ പകർച്ചയിലേക്ക് എത്തിച്ചേർക്കുന്നത്. വ്യാഴപകർച്ചയുടെ ഉദയം കൊണ്ട് 7 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മഹാഭാഗ്യ സമയം, രാജയോഗ ഗുണാനുഭവങ്ങളായിരിക്കും എത്തിച്ചേരാൻ പോകുന്നത്. അപ്പോൾ മുന്നേ പറഞ്ഞു, ലോട്ടറി പോലെയുള്ള ഭാഗ്യ പദ്ധതികളിൽ നിന്ന് സമ്മാനം ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യസംഖ്യ കൂടി ഇതിനോടൊപ്പം ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹ സമയമാണ് ഒക്ടോബർ 18-ാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത്. മനസ്സിൽ ഒരുപാട് അസ്വസ്ഥതകളുള്ള നിങ്ങളുണ്ട്, അതായത് ഒരുപാട് കാര്യങ്ങളെ ഓർത്തുള്ള വിഷമങ്ങളും അസ്വസ്ഥതകളും നിങ്ങളെ മാനസികമായും ശാരീരികമായും ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഇവിടെ ശനിയും രാഹുവും നൽകുന്ന അസ്വസ്ഥതകൾ ഒരുപാട് നിങ്ങളെ ഇപ്പോൾ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ വ്യാഴത്തിൻ്റെ രാശി പകർച്ചയോടുകൂടി നിങ്ങളിലേക്കുള്ള മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടികൾ മാറി ശുഭദൃഷ്ടിയാണ് വ്യാഴത്തിൻ്റെ വന്നു ചേരാനായി പോകുന്ന. നീചദൃഷ്ടികൾ ഇനി നിങ്ങളിലേക്ക് ഏൽക്കുകയില്ല. ഇവിടെ മനഃശാന്തി ഉണ്ടാകുന്നതാണ്, ഒരു ഉന്മേഷം നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഡിസംബർ 5 വരെ അത് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നതാണ്. വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി ഉള്ളതിനാൽ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളുടെ നീചദൃഷ്ടിയുടെ ശക്തി കുറയുകയും നിങ്ങളിലേക്ക് ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 7, 5, 1. ഭരണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ, അതായത് ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെയുള്ള ആ ഒരു സമയത്തിൽ നിങ്ങളുടെ ഭാഗ്യസംഖ്യയാണ് 7, 5, 1. ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യ നമ്പറായി കരുതാവുന്നതാണ്. അപ്പോൾ ഈ ഭാഗ്യ നമ്പറുകൾ എപ്പോഴും നിങ്ങൾ ഓർത്തു വയ്ക്കുകയാണെങ്കിൽ ലോട്ടറി എടുക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുമ്പോഴൊക്കെ ആകട്ടെ നിങ്ങൾക്കിത് വളരെയധികം ഉപകരിക്കുന്നതാണ്. ഒക്ടോബർ 18 മുതൽ വ്യാഴത്തിൻ്റെ രാശി പകർച്ച തുടങ്ങുന്നു. അതിൻ്റെ ഫലമായി മാറ്റം തുടങ്ങുന്ന അടുത്ത നക്ഷത്രം മകയിരമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ഈ കുറച്ച് നാളുകളായി ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും
പരീക്ഷണങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട്, തോൽവികൾ ഒരുപാട് ഏറ്റുവാങ്ങേണ്ടതായി വന്നിട്ടുണ്ട്, വിജയം കിട്ടാത്ത അവസ്ഥ, അങ്ങനെ വിഷമിച്ച് വീട്ടിലെത്തിച്ചേർന്ന് തലയ്ക്ക് കയ്യും കൊടുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഭാഗ്യം അനുകൂലമല്ലാത്ത അവസ്ഥ. പക്ഷേ അപ്പോഴൊക്കെ നിങ്ങളെ ഏക തണലായി നിങ്ങൾക്കൊപ്പം നിന്നത് ഈശ്വര ചിന്ത മാത്രമാണ്. ആ ഈശ്വര ചിന്തയാണ് ഇവിടെ നിങ്ങൾക്ക് അനുഗ്രഹമായി 18-ാം തീയതി മുതൽ വ്യാഴദൃഷ്ടിയായി നിങ്ങളിലേക്ക് എത്തുന്നത്. ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയുമായിരിക്കും. 9, 3, 4 തുടങ്ങിയവയാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത്. അപ്പോൾ ഈ ഭാഗ്യസംഖ്യ നിങ്ങൾക്ക് ലോട്ടറി എടുക്കുമ്പോഴും അല്ലെങ്കിൽ പ്രധാന കാര്യങ്ങൾക്കൊക്കെയും ഉപയോഗിക്കാവുന്നതാണ്. വളരെയധികം ഭാഗ്യമാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം നിമിത്തം നിങ്ങൾക്ക് ഒക്ടോബർ 18-ാം തീയതി മുതൽ ഡിസംബർ 5 വരെ ലഭിക്കുവാനായി പോകുന്നത്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ക്ഷേത്രദർശനങ്ങൾ ഒരുപാട് നടത്തുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ഫലം ചെയ്യുന്നില്ല. ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ദുരിതങ്ങളും ദുഃഖങ്ങളും മാത്രം. ഇനി അങ്ങനെയല്ല, ഇനി വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി നിങ്ങളിലേക്ക് എത്തുന്നതിനാൽ തന്നെ സ്വർണ്ണാഭരണ ലബ്ധി ഉണ്ടാകുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങാൻ ഭയങ്കര വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ധനം നിങ്ങളിലേക്ക് ഭഗവാൻ എത്തിക്കുകയാണ്. അതിൻ്റെ ഫലമായി വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി നിങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ഫലമായി വളരെയധികം മാറ്റങ്ങൾ, നിധി വരെ ലഭിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 1, 5, 7, 8 ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഭാഗ്യസംഖ്യയായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഭാഗ്യസംഖ്യകളൊക്കെ വരുന്ന ടിക്കറ്റുകൾ നിങ്ങൾക്ക്, അതായത് ലോട്ടറി ടിക്കറ്റുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ പല കാര്യങ്ങൾക്കും ഡിസംബർ 5 വരെയുള്ള സമയം നിങ്ങൾക്ക് ഈ ഭാഗ്യസംഖ്യ കൂടെ കരുതാവുന്നതാണ്. നിങ്ങളത് മനസ്സിൽ ഓർത്തിരിക്കുക. വാഹനം വാങ്ങുമ്പോഴും അങ്ങനെ പ്രധാന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ സംഖ്യ ഉപകാരപ്പെടുന്നതാണ്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിമിത്തം ഭാഗ്യം തുടങ്ങുന്ന അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വ്യാഴമാറ്റത്തോടുകൂടി വലിയൊരു സാമ്പത്തിക മാറ്റം, ഒരു മുന്നേറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ്. വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയാണ് വന്നു ചേരുന്നത്. അപ്പോൾ ധനത്തിൻ്റെ, സമ്പത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, നേട്ടത്തിൻ്റെ കാരകനായ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി നിങ്ങളിലേക്ക് എത്തുകയാൽ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളുടെ, രാഹുവിൻ്റെയൊക്കെ നീചദൃഷ്ടി നിങ്ങളുണ്ടെങ്കിൽ പോലും അതൊക്കെയും തട്ടിത്തെറിച്ചു പോയി ശുഭകരമായ മാറ്റങ്ങൾ ഇവിടെ വ്യാഴം നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 7, 1, 3, 5 ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഭാഗ്യസംഖ്യയായി വരുന്നത്. അപ്പോൾ ഈ ഭാഗ്യസംഖ്യകളൊക്കെ നിങ്ങൾക്ക് പ്രധാന കാര്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ ഒരു വർഷത്തോളമായി വളരെയധികം ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഉറക്കം പോലും ഇല്ലാത്ത ദിനങ്ങളായിരുന്നു നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറിയ ഒരു അവസ്ഥ. വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെ പോയാലും ഒരു സമാധാനമില്ല. ആരുമായിട്ടും അങ്ങോട്ട് അടുത്ത് പോകാൻ സാധിക്കുന്നില്ല. ഒരു മനസ്സമാധാനം കിട്ടാത്ത അവസ്ഥയായിരുന്നു, ബുദ്ധിമുട്ടുകളായിരുന്നു നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ 18-ാം തീയതി മുതൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശുഭകരമായി നിങ്ങളിലേക്ക് എത്തുന്നതിനാൽ തന്നെ ഡിസംബർ 5 വരെയുള്ള സമയം വളരെയധികം ഭാഗ്യവും നേട്ടവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. 1, 4, 1, 8 ഇതൊക്കെയാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യ. 1 വളരെയധികം നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന സംഖ്യയാണ്. ഇപ്പോഴും നിങ്ങൾ ഓർത്തു വെച്ചുകൊള്ളുക. 1, 4 അതേപോലെ 8, 4, 1 അങ്ങനെയുള്ള, അതായത് 14, 18 ഇത് അതായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ടും നിങ്ങൾക്ക് ഇത് ഭാഗ്യസംഖ്യയായി എടുക്കാവുന്നതാണ്. വളരെയധികം ഒരു മുന്നേറ്റം, ഒരു നേട്ടം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. ഇതുവരെ നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു. അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ് നിങ്ങൾക്ക് 18-ാം തീയതി മുതൽ ഡിസംബർ 5 വരെ വന്നു ചേരാനായി പോകുന്നത്. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ടം നക്ഷത്രക്കാർ വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ്. ഭക്ഷണം പോലും മനസമാധാനത്തോടു കൂടി കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥ. വായിലോട്ട് ഭക്ഷണം എടുത്തു വെക്കുമ്പോൾ അതിൻ്റെ രുചി പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം മാനസികമായ സമ്മർദ്ദങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ട അവസ്ഥ, അതായത് കെഞ്ചി ധനത്തിന് വേണ്ടി നിൽക്കേണ്ട അവസ്ഥ വരെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ചിലവുകൾ വളരെയധികം വർദ്ധിക്കുകയാണ്. എന്നാൽ വരവോ ലഭിക്കുന്നതുമില്ല. സ്ഥിര ജോലി ഉണ്ടായിരുന്നു, അതുപോലും
മിക്കതും നഷ്ടപ്പെട്ട ആളുകളുണ്ട്. എന്നാൽ ഇവിടെ വ്യാഴമാറ്റം സംഭവിക്കുന്നതോടുകൂടി ഒരു വലിയ ജീവിത മാറ്റം, ജീവിത മുന്നേറ്റം നിങ്ങളിലേക്ക് എത്തുകയാണ്. വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 1, 9, 2, 3 ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യസംഖ്യയായി ഉപയോഗിക്കാവുന്നതാണ്. വളരെ വലിയ ഒരു മാറ്റമാണ് ഇവിടെ വ്യാഴം നിങ്ങൾക്ക് 18-ാം തീയതി മുതൽ ഡിസംബർ 5 വരെയുള്ള സമയത്ത് പ്രദാനം ചെയ്യുന്നത്. അടുത്ത നക്ഷത്രം രേവതിയാണ്. ഒരുപാട് ദുഃഖങ്ങൾ, കൂടെ നിന്നവർ പോലും ശത്രുക്കളായി മാറിയ അവസ്ഥ, ധനം തീരെയില്ലാത്ത അവസ്ഥ, സന്താനങ്ങൾ നിമിത്തം മാനസിക ബുദ്ധിമുട്ടുകൾ, വൈഷമ്യങ്ങൾ, അങ്ങനെ ഒരുപാട് കടബാധ്യതകൾ, മനോവിഷമങ്ങൾ, ദുഃഖങ്ങൾ, ശാരീരിക വ്യതകൾ, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് നിങ്ങൾ ഇതുവരെ കടന്നു വന്നത്. എന്നാൽ ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളിലേക്ക് 18-ാം തീയതി മുതൽ ശുഭകരമായ ഫലങ്ങളെ ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഒരു വളരെ വലിയ മാറ്റം ഡിസംബർ 5-നുള്ളിൽ നിങ്ങളെ തേടിയെത്തുന്നതാണ്. 8, 4, 7 ഇതൊക്കെയാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത്. ഈ ഭാഗ്യസംഖ്യകൾ ലോട്ടറി എടുക്കുമ്പോഴും അല്ലാതെ പ്രധാന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുവഴിയും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വന്നു ചേരും. അപ്പോൾ വ്യാഴം വളരെയധികം അനുകൂലമായി ശുഭദൃഷ്ടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനാൽ തന്നെ മറ്റേത് ഗ്രഹങ്ങളുടെ നീചമായ ദൃഷ്ടിയാണോ നിങ്ങൾ മേലുള്ളത് അതിൻ്റെ എല്ലാ നെഗറ്റീവായിട്ടുള്ള വശങ്ങളെയും മാറ്റി വ്യാഴം അവിടെ സ്ഥാനം പിടിക്കാൻ പോകുന്നു. വ്യാഴം സ്ഥാനം പിടിക്കുന്നതിനാൽ തന്നെ ഡിസംബർ 5 വരെ, ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെയുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വളരെ ഭാഗ്യദായകമായ ദിനങ്ങളാണെന്ന് പറയാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.